വധശിക്ഷ വിധിച്ചിരിക്കുന്നു കോടതി എന്നാണ് ഏറ്റവും വലിയ വാർത്ത. ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരുന്നുള്ളതാണ്. പറയൂ ഷിജോ, അതിന്റെ വിശദാംശം പറയൂ. നിഷാദ, ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നു. 586 പേജുള്ള വിധിന്യായം വാദിച്ച ജഡ്ജി AM ബഷീർ ഒരു തരത്തിലും ഗ്രീഷ്മയ്ക്ക് ഇളവുകൾ നൽകാതെ ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ വധശിക്ഷയും 2 ലക്ഷം രൂപ പിഴയുമാണ് ഇപ്പോൾ നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. പ്രതിഭാഗം ഉന്നയിച്ച എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ട് ഗ്രീഷ്മയ്ക്ക് അർഹമായ ശിക്ഷ വധശിക്ഷയാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചിരിക്കുന്നു. 307 വധശ്രമത്തിനുള്ള കുറ്റം പോലീസ് ചുമത്തിയിട്ടില്ലെങ്കിൽ പോലും വധശിക്ഷ നൽകാതിരിക്കാനുള്ള സാധ്യതയില്ല എന്ന് പറഞ്ഞ കോടതി ഗ്രീഷ്മയ്ക്ക് അർഹമായത് വധശിക്ഷ തന്നെയാണ് എന്ന് കൃത്യമായിട്ട് കണ്ടെത്തി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നൽകുന്നു. പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യത്തെ പോലും, അല്ലെങ്കിൽ പ്രതിഭാഗം ആവശ്യപ്പെട്ട ഒരു കാര്യത്തെ പോലും അംഗീകരിക്കാതെ, അല്ലെങ്കിൽ അതിനകത്തൊന്നും ഒരു ന്യായവുമില്ല എന്ന് പറഞ്ഞ കോടതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിക്കുന്നു. ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിന് 3 വർഷം തടവ്, തെളിവ് നശിപ്പിക്കൽ കുറ്റം ചുമത്തി നിർമ്മൽ കുമാറിന് 3 വർഷം തടവ് മാത്രമാണുള്ളത്. എന്തായാലും ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി വിധിച്ചിരിക്കുന്നത്. 586 പേജുള്ള കേരളത്തെ നടുക്കിയ നെയ്യാറ്റിൻകര ഷാരോൺ വധക്കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് കോടതി വധശിക്ഷ, പരമാവധി ശിക്ഷ തൂക്കുകയർ വിധിച്ചിരിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകലിന് 10 വർഷം തടവ്, അന്വേഷണത്തെ വഴിതിരിച്ചുവിട്ടതിന് 5 വർഷം തടവ്, 50,000 രൂപ പിഴയും അതോടൊപ്പം ചേർക്കുന്നു. 2 ലക്ഷം രൂപ ഈ ശിക്ഷയിൽ ആകെ അവർ ഒടുക്കണം. പോലീസ് അന്വേഷണത്തെ തെറ്റിദ്ധരിപ്പിക്കലിന് 2 വർഷം തടവ്, 3-ാം പ്രതിയായ അമ്മാവന് തെളിവ് നശിപ്പിക്കലിന് 3 വർഷം തടവ്. നിർവികാരമായി വിധി കേൾക്കുന്നു ഗ്രീഷ്മ എന്നതാണ്. അവർ ഏതെങ്കിലും നിരക്കുള്ള ഭാവവ്യത്യാസമില്ലാതെ, ഏതെങ്കിലും നിരക്കുള്ള ഷോക്കിംഗ് അല്ലാതെ വിധി കേൾക്കൊണ്ടിരിക്കുന്നു. നിർവികാരമായി കോടതിയിൽ നിന്ന് വിധി കേൾക്കുകയാണ് ഗ്രീഷ്മ ചെയ്യുന്നത്. അവർ ഏതെങ്കിലും ഘട്ടത്തിൽ മനസ്താപത്തിന്റെയോ പശ്ചാത്താപത്തിന്റെയോ തിരുത്തലിന്റെയോ സൂചനകൾ കാണിച്ചിട്ടേയില്ല എന്ന് കോടതി എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ഷാരോണിന്റെ അച്ഛനും അമ്മയും വിധി കേട്ട് പൊട്ടിക്കരഞ്ഞു എന്നാണ് നമ്മൾ കേൾക്കുന്ന കാര്യം. നിർവികാരമായാണ് ഗ്രീഷ്മ വിധി കേൾക്കുന്നത്. ഷാരോൺ എന്ന കാമുകനെ ഒഴിവാക്കുന്നതിനായി അയാളെ പരമാവധി ഒഴിവാക്കാൻ ശ്രമിച്ചു, നടന്നില്ല. ആ ഘട്ടത്തിൽ അയാളെ വിഷം കൊടുത്ത് പലതവണ കൊല്ലാൻ ശ്രമിച്ചു. ഒടുക്കം കഷായത്തിൽ വിഷം കലർത്തി കൊടുത്ത് 11 ദിവസം അയാളെ ആശുപത്രി ശയ്യയിലിട്ട് കൊന്നുകളഞ്ഞു എന്നതാണ് ഗ്രീഷ്മയ്ക്കെതിരായ